നമസ്കാരം. 24-ന്റെ വാർത്താ പ്രഭാതത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഓഗസ്റ്റ് 23 വെള്ളിയാഴ്ചയാണ്. ചിങ്ങമാസം 7-ാം തീയതി. വലിയ പ്രധാനപ്പെട്ട ഗൗരവമേറിയ വാർത്തകൾ നിറഞ്ഞൊരു ദിവസമാണ് വരാനുള്ളത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ കുറ്റാരോപിതരായവർക്കെതിരെ സ്വമേധയാ കേസെടുക്കുന്ന കാര്യത്തിൽ സർക്കാർ പ്രതിരോധത്തിലായിരിക്കുകയാണ്. വിഷയത്തിൽ സർക്കാർ എന്ത് ചെയ്തു എന്ന ചോദ്യം ഹൈക്കോടതി ഉന്നയിച്ചതോടെ സർക്കാർ വലിയ സമ്മർദ്ദത്തിലാണ്. ഇതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള രാഷ്ട്രീയ വിമർശനങ്ങളും മന്ത്രിസഭയിൽ തന്നെ ഭിന്നതകളും ഒക്കെ രൂപം കൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത, കഴക്കൂട്ടത്ത് നിന്ന് കാണാതായ 13-കാരിയെ വിശാഖപട്ടണത്ത് നിന്ന് കണ്ടെത്തിയിരിക്കുന്നു. കുട്ടിയെ നാളെയാണ് നാട്ടിലെത്തിക്കുക. ഇതുൾപ്പെടെ നിരവധി വാർത്തകൾ വരുന്ന ദിവസമാണ്. 100 പ്രധാന വാർത്തകളുമായി 100 ന്യൂസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഹെഡ്ലൈൻസ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ സ്വമേധയാ കേസെടുക്കുന്ന വിഷയത്തിൽ ആശയക്കുഴപ്പത്തിലായി സർക്കാർ. പരാതിയില്ലാതെ കേസെടുക്കാനാവില്ല എന്നായിരുന്നു സർക്കാരിന്റെ ആദ്യത്തെ നിലപാട്. മന്ത്രിസഭയിൽ ഭിന്നത വന്നതോടെ എന്തു ചെയ്യണമെന്ന പ്രതിസന്ധിയിലാണ് സർക്കാർ. വിശാഖപട്ടണത്ത് നിന്ന് കണ്ടെത്തിയ 13-കാരിയെ നാളെ തിരുവനന്തപുരത്ത് എത്തിക്കും. കേരളത്തിൽ നിന്നുള്ള പോലീസ് സംഘം ഇന്ന് ഉച്ചയോടെ വിശാഖപട്ടണത്തെത്തും. കുട്ടിയെ തിരുവനന്തപുരത്ത് എത്തിച്ചതിന് ശേഷമാകും മജിസ്ട്രേറ്റിനു മുന്നിൽ ഹാജരാക്കുക. കൊൽക്കത്തയിൽ ജൂനിയർ ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ സംഭവത്തിലെ സുപ്രീം കോടതി ഇടപെടലിന്റെ പശ്ചാത്തലത്തിൽ പ്രതിഷേധം പിൻവലിച്ച് യുണൈറ്റഡ് ഡോക്ടേഴ്സ് ഫ്രണ്ട് അസോസിയേഷൻ അടക്കമുള്ള സംഘടനകൾ നീതി ലഭിക്കും വരെ പിന്നോട്ടില്ല എന്ന നിലപാടിൽ ആർജിക്കർ മെഡിക്കൽ കോളേജിലെ ഡോക്ടേഴ്സ്. ഇന്ന് ആർജിക്കർ മെഡിക്കൽ കോളേജിൽ നിന്നുള്ള പ്രതിനിധി സംഘം CBI ഉദ്യോഗസ്ഥരെ കണ്ട് നിവേദനം നൽകും. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരിത ബാധിതരുമായി ചീഫ് സെക്രട്ടറി വി വേണു ഇന്ന് സംവദിക്കും. ദുരന്ത ബാധിതർ നേരിടുന്ന പ്രയാസങ്ങളും പരാതികളും നേരിട്ട് മനസ്സിലാക്കുക ലക്ഷ്യം. തുടർന്ന് റിപ്പോർട്ട് സമർപ്പിക്കും. ദുരന്ത ബാധിതരിലെ യുവജനങ്ങൾക്കായുള്ള സർക്കാരിന്റെ തൊഴിൽ മേളയ്ക്ക് വയനാട്ടിൽ തുടക്കമാകും. റവന്യൂ മന്ത്രി കെ രാജനാണ് ഉദ്ഘാടനം ചെയ്യുക. ലുസൈൻ ഡയമണ്ട് ലീഗ് ജാവലിൻ ത്രോയിൽ ഇന്ത്യയുടെ നീരജ് ചോപ്രയ്ക്ക് 2-ാം സ്ഥാനം. 89.49 മീറ്റർ ദൂരം എറിഞ്ഞാണ് നീരജ് 2-ാം സ്ഥാനത്തെത്തിയത്. നീരജിന്റെ സീസണിലെ മികച്ച പ്രകടനമാണിത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിദേശ സന്ദർശനം പുരോഗമിക്കുന്നു. പോളണ്ടിലെത്തിയ നരേന്ദ്രമോദി യുക്രൈനിലേക്ക്. റഷ്യൻ അധിനിവേശം ആരംഭിച്ചതിനു ശേഷം ഇന്ത്യൻ പ്രധാനമന്ത്രി നടത്തുന്ന ആദ്യ യുക്രൈൻ സന്ദർശനം കൂടിയാണിത്. ഡൽഹി മദ്യനയ അഴിമതി കേസിൽ ജയിലിൽ കഴിയുന്ന അരവിന്ദ് കെജ്രിവാളിന്റെ ഹർജി സുപ്രീംകോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. ഡൽഹി ഹൈക്കോടതി ഉത്തരവിനെതിരെയാണ് അരവിന്ദ് കെജ്രിവാൾ സുപ്രീംകോടതിയെ സമീപിച്ചത്. തന്നെ അറസ്റ്റ് ചെയ്ത CBI നടപടി നിയമവിരുദ്ധമാണെന്നാണ് അരവിന്ദ് കെജ്രിവാളിന്റെ വാദം. ഇനി കേരളത്തിലെ പ്രധാന വാർത്തകളിലേക്ക്. ഉരുൾപൊട്ടൽ ദുരന്ത ബാധിതർക്ക് കൈത്താങ്ങായി ഫെഡറൽ ബാങ്ക് എംപ്ലോയീസ് യൂണിയൻ 17 ലക്ഷം രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകി. തുക എറണാകുളം ജില്ലാ കളക്ടർക്ക് കൈമാറി. വയനാട് മുണ്ടക്കൈ ഉരുൾപൊട്ടലിൽ സർവ്വതും നഷ്ടപ്പെട്ട അനീഷിന് കൈത്താങ്ങായി DYFI. ജീവനോപാധിയായ ജീപ്പ് നഷ്ടപ്പെട്ട അനീഷിന് പുതിയ ജീപ്പ് വാങ്ങി നൽകും. 24 വാർത്ത കണ്ടാണ് DYFIയുടെ ഇടപെടൽ. പുരോഗമന കലാസാഹിത്യ സംഘം നാട്ടിക മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മഹാകവി കുമാരനാശാൻ അനുസ്മരണവും കാവ്യചർച്ചയും സംഘടിപ്പിച്ചു. ചടങ്ങ് കേരള സാഹിത്യ അക്കാദമി പ്രസിഡന്റ് പ്രൊഫസർ K സച്ചിദാനന്ദൻ ഉദ്ഘാടനം ചെയ്തു. പാലക്കാട് കിഴക്കഞ്ചേരി പനങ്കുറ്റി മേഖലയിൽ കാട്ടാന ഭീതിക്കൊപ്പം പുലിപ്പേടിയും. കാട്ടാനകൾ കൃഷി നശിപ്പിക്കുന്നത് പതിവായ സ്ഥലത്ത് കഴിഞ്ഞ ദിവസം പുലിയെ കണ്ടെന്ന് നാട്ടുകാർ. വന്യമൃഗശല്യം അവസാനിപ്പിക്കാൻ ഫെൻസിംഗ് കാര്യക്ഷമമാക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. കൊട്ടാരക്കര സെയിന്റ് ഗ്രിഗോറിയസ് കോളേജിൽ അലൂമിനി അസോസിയേഷൻ വാർഷിക സമ്മേളനവും പ്രതിഭാ സംഗമവും നടന്നു. വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിച്ചവരെ ചടങ്ങിൽ ആദരിച്ചു. പൂർവ്വ വിദ്യാർത്ഥിയും മാർത്തോമ സഭ ഭദ്രാസനാധിപനുമായ ഡോക്ടർ തോമസ് മാർ തീത്തോസ് ഉദ്ഘാടനം ചെയ്തു. ഗുരുവായൂർ കോട്ടപ്പടിയിൽ സ്വകാര്യ വ്യക്തിയുടെ വാടക വീട്ടിൽ അനധികൃതമായി മദ്യം സൂക്ഷിച്ച് വിൽപ്പന നടത്തിയ വയോധികൻ പിടിയിലായത് വൈക്കം സ്വദേശി പ്രസന്നകുമാർ. പരിശോധനയിൽ 33 കുപ്പികളിലായി സൂക്ഷിച്ച 16 ലിറ്ററോളം ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം പിടികൂടി. കൊല്ലം അലിമുക്ക് വനപാതയിൽ കോന്നി വനം ഡിവിഷന്റെ 25 കിലോമീറ്ററിൽ ഭൂരിഭാഗവും കാടുകയറിയതോടെ അപകട ഭീഷണി. പ്രദേശത്ത് വന്യമൃഗങ്ങളുടെ സാന്നിധ്യം വർദ്ധിക്കുന്നത് യാത്രക്കാരെ ഭീതിയിലാക്കുന്നു. അടിയന്തര ഇടപെടൽ വേണമെന്ന് പ്രദേശവാസികൾ. ആറന്മുള പൊതുമരാമത്തിന്റെ അധീനതയിലുള്ള സത്രത്തിന്റെ ഓടുമേഞ്ഞ കെട്ടിടങ്ങളിൽ ചോർച്ച. മേച്ചിലോടുകൾ തകർന്നിട്ട് മാസങ്ങൾ കഴിഞ്ഞിട്ടും തിരിഞ്ഞു നോക്കാതെ അധികൃതർ. കേരള കോൺഗ്രസ് ഡെപ്യൂട്ടി ചെയർമാൻ അഡ്വക്കേറ്റ് കെ ഫ്രാൻസിസ് ജോർജ് MP-ക്ക് തൃശൂർ അരിമ്പൂർ മണ്ഡലം കമ്മിറ്റി സ്വീകരണം നൽകി. ജില്ലാ പ്രസിഡന്റ് CV കുര്യാക്കോസ് അധ്യക്ഷനായി. കേരള കേന്ദ്ര സർവകലാശാലയിൽ വിദ്യാർത്ഥികളും സൈനിക ഉദ്യോഗസ്ഥരുമായുള്ള മുഖാമുഖം പരിപാടി
ഇനിസിയോ തേജസ്വിനി സീരീസ് സംഘടിപ്പിച്ചു. സെന്റർ ഫോർ ഡിഫൻസ് ആൻഡ് സെക്യൂരിറ്റി വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. ജില്ലാ പോലീസ് മേധാവി VP ബിജോയ്, ലഫ്റ്റനന്റ് കമാൻഡർ അനുപമ തപ്ലി എന്നിവർ പങ്കെടുത്തു. നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്തിയ കേസിൽ തൃശൂർ വേലൂർ സ്വദേശി രതീഷ് വീണ്ടും പിടിയിൽ. 10ാം തവണയാണ് ഇതേ കുറ്റകൃത്യത്തിന് പ്രതി പിടിയിലാകുന്നത്. കർശന നടപടി വേണമെന്ന് നാട്ടുകാർ. 2023 ആരോഗ്യ സർവകലാശാലയുടെ MBBS പരീക്ഷയിൽ 1ാം റാങ്ക് നേടിയ അമൃത കൃഷ്ണയ്ക്ക് അഭിനന്ദനം. ശ്രീനാരായണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ വിദ്യാർത്ഥിയാണ്. ശ്രീനാരായണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ വെച്ച് നടക്കുന്ന ചടങ്ങിൽ റാങ്ക് ജേതാവിന് ആദരം ഒരുക്കുമെന്ന് കോളേജ് അധികൃതർ. തലശ്ശേരി പിണറായിയിൽ 255 കോടി രൂപ ചെലവിൽ നിർമ്മിക്കുന്ന പിണറായി എഡ്യൂക്കേഷൻ ഹബിന്റെ നിർമ്മാണോദ്ഘാടനം ഇന്ന് നടക്കും. രാവിലെ 10-ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. ഇടുക്കി വാത്തിക്കുടി പഞ്ചായത്ത് പരിധിയിൽ ഇന്ന് ഹർത്താൽ. പഞ്ചായത്ത് സെക്രട്ടറിയെ കോൺഗ്രസ് നേതൃത്വം മർദ്ദിച്ചെന്നാരോപിച്ച് ജനകീയ സമിതിയാണ് ഹർത്താൽ പ്രഖ്യാപിച്ചത്. രാവിലെ 6 മുതൽ വൈകിട്ട് 6 മണിവരെയാണ് ഹർത്താൽ. എറണാകുളം ജില്ലാ പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയുടെ ഭാഗമായി ഭിന്നശേഷിക്കാർക്കുള്ള ഉപകരണ വിതരണം ഇന്ന് നടക്കും. രാവിലെ 10-ന് ജില്ലാ പഞ്ചായത്തിലെ പ്രിയദർശിനി ഹാളിലാണ് വിതരണം. കണ്ണൂർ കോടതി സമുച്ചയത്തിന്റെ ശിലാസ്ഥാപനം ഇന്ന് നടക്കും. വൈകിട്ട് 4 മണിക്ക് കോടതി പരിസരത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. തിരുവനന്തപുരം ബാലരാമപുരം 110 kV സബ്സ്റ്റേഷന്റെ പരിധിയിൽ വരുന്ന ബാലരാമപുരം, നേമം, കല്ലിയൂർ, മാറനല്ലൂർ, കോട്ടുകാൽ പ്രദേശങ്ങളിൽ ഇന്ന് വൈദ്യുതി നിയന്ത്രണം രാവിലെ 8 മുതൽ വൈകിട്ട് 5 മണി വരെ. മലപ്പുറം വാഴയൂർ സാഫി കോളേജ് നാച്ചുറൽ ക്ലബ്ബും ചാലിയാർ സംരക്ഷണ ഏകോപന സമിതിയും ചേർന്ന് ജൈവ വൈവിധ്യ പഠന ശിബിരം സംഘടിപ്പിച്ചു. കൊണ്ടോട്ടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് K. ബിന്ദു ഉദ്ഘാടനം ചെയ്തു. സാഫി ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രിൻസിപ്പൽ പ്രൊഫസർ EP ഇമ്പിച്ചിക്കോയ അധ്യക്ഷനായി. കൊല്ലം നിലമേലിൽ KSRTC ബസും ടാർ മിക്സിംഗ് വാഹനവും കൂട്ടിയിടിച്ചു. അപകടത്തിൽ KSRTC ഡ്രൈവർക്ക് പരുക്ക്. കണക്കിൽപ്പെടാത്ത പണം കൈവച്ച പാലക്കാട് പട്ടാമ്പി ലാൻഡ് ട്രൈബ്യൂണൽ ഓഫീസിലെ സ്പെഷ്യൽ തഹസീൽദാർ വിജിലൻസിന്റെ പിടിയിൽ. ഒറ്റപ്പാലം പാലപ്പുറം സ്വദേശി മുരളീധരൻ നായരാണ് സംഘത്തിന്റെ പിടിയിലായത്. പ്രൊഫസർ TJ ജോസഫിന്റെ കൈവെട്ടിയ കേസിൽ കണ്ണൂർ ഇരിട്ടി സ്വദേശി സഫീറിനെ കസ്റ്റഡിയിലെടുത്ത NIA. കേസിലെ മുഖ്യപ്രതി സവാദിന് ഒളിത്താവളം ഒരുക്കി എന്ന കണ്ടെത്തലിനെ തുടർന്നാണ് നടപടി. കണ്ണൂർ മട്ടന്നൂരിൽ നിന്ന് കഴിഞ്ഞ ജനുവരിയിലാണ് മുഖ്യപ്രതി സവാദിനെ NIA അറസ്റ്റ് ചെയ്തത്. കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായുള്ള ലേഖന മത്സര വിജയിക്കുള്ള പുരസ്കാരം വിതരണം ചെയ്തു. റവന്യൂ മന്ത്രി K. രാജനിൽ നിന്ന് ദേശാഭിമാനി ചീഫ് റിപ്പോർട്ടർ റഷീദ് ആനപ്പുറം ഏറ്റുവാങ്ങി. ADGP MR അജിത് കുമാർ, അസോസിയേഷൻ ജനറൽ സെക്രട്ടറി CR ബിജു തുടങ്ങിയവർ പങ്കെടുത്തു. ഷൊർണൂർ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലെ 4 പ്ലാറ്റ്ഫോമുകളുടെ പുനർനിർമ്മാണം പൂർത്തിയാകുന്നു. സ്റ്റേഷൻ നവീകരിക്കുന്നത് അമൃത് ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി. പാലം നിർമ്മിച്ചു മാസങ്ങൾ കഴിഞ്ഞിട്ടും അനുബന്ധ റോഡ് നിർമ്മിച്ചില്ല. കോട്ടയം ജനതാ ജംഗ്ഷൻ വയല ആശുപത്രി റോഡിലെ കോടിക്കുളം പാലത്തിനാണ് ഈ അവസ്ഥ. അടിയന്തര ഇടപെടൽ വേണമെന്ന ആവശ്യം ശക്തം. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിലെ കയ്യേറ്റമൊഴിയാതെ വഴിയോര കച്ചവടക്കാർ. നടപടിയെടുക്കാൻ അധികൃതർ തയ്യാറാകാത്തതിനാൽ ദേശീയപാതയിൽ കയ്യേറ്റങ്ങൾ വീണ്ടും വ്യാപകമാകുന്നു. കടകൾ സ്വയം പൊളിച്ചു നീക്കണമെന്നാവശ്യപ്പെട്ട് ദേശീയപാത അധികൃതർ കച്ചവടക്കാർക്ക് നോട്ടീസ് നൽകിയത് ജൂലൈ 11-ന്. തൃശൂർ പുത്തൻപീടികയിൽ നിന്ന് കാണാതായ വീട്ടമ്മയുടെ മൃതദേഹം കണ്ടെത്തി. വീടിന് സമീപത്തുള്ള തോട്ടിൽ നിന്നാണ് വടക്കുമുറി സ്വദേശി ഓമനയുടെ മൃതദേഹം കണ്ടെത്തിയത്. കാസർകോട്ടെ നീലേശ്വരം എടത്തോട്ട് റോഡിൽ യാത്രാ ദുരിതം. പല ഭാഗവും പൊട്ടിപ്പൊളിഞ്ഞ് കാൽനടയാത്ര പോലും ദുസ്സഹമായ അവസ്ഥയിൽ. റോഡിലെ കുഴികളിൽ വീണ് വാഹനാപകടങ്ങൾ സംഭവിക്കുന്നതും പതിവ്. ഉടൻ നടപടി വേണമെന്നാവശ്യം. ചർച്ച് ഓഫ് ഗോഡ് ഇൻ ഇന്ത്യയുടെ കേരള സ്റ്റേറ്റ് ഓവർസിയറായി റവറൻഡ് Y. റെജി തെരഞ്ഞെടുക്കപ്പെട്ടു. 8 വർഷമായി സഭയുടെ അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റായി പ്രവർത്തിച്ചു വരികയാണ്. സഭാസ്ഥാനമായ മുളക്കുഴയിൽ നടന്ന ഹിതപരിശോധനയിൽ ഭൂരിപക്ഷം നേടിയാണ് ഓവർസിയർ സ്ഥാനത്തെത്തിയത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്ന സാഹചര്യത്തിൽ വിവാദങ്ങളിൽ ഉയർന്നു കേൾക്കുന്ന മന്ത്രി ഗണേഷ് കുമാറിനെയും മുകേഷ് MLAയും പുറത്താക്കുവാൻ മുഖ്യമന്ത്രി തയ്യാറാകണമെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് PS അനുതാജ്. വേട്ടക്കാർ സർക്കാരിന്റെ ഭാഗമായി തന്നെയുള്ളപ്പോൾ ഇരകൾക്ക് നീതി കിട്ടുമെന്ന് പ്രതീക്ഷയില്ലെന്നും PS അനുതാജ്. പ്രധാന അറിയിപ്പുകളിലേക്ക്. കൊല്ലം ജില്ലയിൽ പ്രവാസികൾക്കായി നോർക്ക ബിസിനസ് ഫെസിലിറ്റേഷൻ സെന്ററിന്റെ സൗജന്യ സംരംഭകത്വ പരിശീലന പരിപാടി സംഘടിപ്പിക്കും. ഈ മാസം 31-ന് മുൻപ് NBFCയിൽ ഇമെയിൽ ഫോൺ മുഖാന്തരം രജിസ്റ്റർ ചെയ്യണം. മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യുന്നവർക്ക് മാത്രം പ്രവേശനം. തിരുവല്ല SCS ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ഇംഗ്ലീഷ് അധ്യാപക ഒഴിവ്. അടുത്ത മാസം 6-ന് മുൻപ് അപേക്ഷയും അനുബന്ധ രേഖകളുമായി സ്കൂൾ ഓഫീസിലെത്തണം.
കൊല്ലം ചാത്തന്നൂർ സർക്കാർ ITIയിലെ വിവിധ ട്രേഡുകളിലേക്ക് അപേക്ഷിച്ച പട്ടികവർഗ വിഭാഗത്തിലെ എല്ലാ അപേക്ഷകർക്കുമുള്ള കൗൺസിലിംഗ് ഇന്ന്. അസൽ സർട്ടിഫിക്കറ്റുകൾ, ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ്, ഫീസ് എന്നിവ സഹിതം ITIയിൽ ഹാജരാകണം. പത്തനംതിട്ട വയ്യാറ്റുപുഴ VKNM വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ UP വിഭാഗത്തിൽ ഗണിതാധ്യാപക ഒഴിവിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. അഭിമുഖം ഈ മാസം 26-ന് സ്കൂളിൽ. പത്തനംതിട്ട വെച്ചൂച്ചിറ പഞ്ചായത്തിൽ കമ്മ്യൂണിറ്റി വുമൺ ഫെസിലിറ്റേറ്റർ നിയമനം. യോഗ്യത MSW അല്ലെങ്കിൽ തത്തുല്യമായ വുമൺ സ്റ്റഡീസ്, സോഷ്യോളജി വിഷയങ്ങളിൽ റെഗുലർ ബാച്ചിൽ മാസ്റ്റർ ബിരുദം. കോട്ടയം കാഞ്ഞിരപ്പള്ളി സിപ്പാസ് കോളേജ് ഓഫ് ടീച്ചർ എഡ്യൂക്കേഷനിൽ B.Ed സീറ്റ് ഒഴിവ്. മാത്തമാറ്റിക്സ്, നാച്ചുറൽ സയൻസ്, സോഷ്യൽ സയൻസ് ഡിഗ്രി യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം. താൽപ്പര്യമുള്ളവർ ഇന്ന് രാവിലെ 10 മണിക്ക് കോളേജിലെത്തണം. പീരുമേട് കുട്ടിക്കാനം IHRD കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസിൽ ഒഴിവുള്ള ലൈബ്രറിയൻ തസ്തികയിൽ താൽക്കാലിക നിയമനം. അഭിമുഖം ഇന്ന് രാവിലെ 11 മണിക്ക്. വിദ്യാർത്ഥികളിൽ സാമ്പത്തിക അവബോധം വളർത്താൻ RBI 90 ക്വിസ്. ഫൈനൽ വിജയികൾക്ക് ലഭിക്കുന്നത് 10 ലക്ഷം രൂപ. മത്സരം സെപ്റ്റംബറിൽ ആരംഭിക്കും. വിശദ വിവരങ്ങൾക്ക് RBI വെബ്സൈറ്റിൽ സന്ദർശിക്കുക. ആലപ്പുഴ ധൻബാദ് എക്സ്പ്രസ് ഇന്ന് 2.25 മണിക്കൂർ വൈകും. രാവിലെ 6 മണിക്ക് പുറപ്പെടേണ്ട ട്രെയിൻ 8:45-നാണ് പുറപ്പെടുക. ഷണ്ടിംഗ് പൂർത്തിയാകേണ്ടതിനാലാണ് ട്രെയിൻ വൈകുന്നത്. ഡൽഹിയിലെ വായുമലിനീകരണം കുറയ്ക്കാനുള്ള സ്മോഗ് ടവറുകളെ കുറിച്ച് തയ്യാറാക്കിയ അന്തിമ പഠന റിപ്പോർട്ട് ഉടൻ പുറത്തുവിടും. IIT ബോംബെ തയ്യാറാക്കിയ റിപ്പോർട്ട് ഉടൻ സമർപ്പിക്കാൻ നിർദ്ദേശിച്ച് ഡൽഹി പരിസ്ഥിതി മന്ത്രി ഗോപാൽ റായ്. ജമ്മുകശ്മീർ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ തടസ്സപ്പെടുത്താൻ ശ്രമിക്കുന്ന ശക്തികൾക്കുള്ള മറുപടി ബാലറ്റ് എന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ. തെരഞ്ഞെടുപ്പിനായി എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയായെന്നും രാജീവ് കുമാർ. ത്രിപുരയിൽ പ്രളയ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കായി 120 NDRF ഉദ്യോഗസ്ഥരെ വിന്യസിച്ചു. പ്രളയബാധിത പ്രദേശങ്ങളിൽ NDRF സംഘത്തിന്റെ രക്ഷാപ്രവർത്തനം ഉടൻ തുടങ്ങും. ലഡാക്കിൽ സ്കൂൾ ബസ് കൊക്കയിലേക്ക് മറിഞ്ഞ് 7 മരണം, 20 പേർക്ക് പരുക്ക്. പരുക്കേറ്റവരെ സമീപത്തെ സൈനികാശുപത്രിയിലും പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലും പ്രവേശിപ്പിച്ചു. ഗുജറാത്തിനെ പ്ലാസ്റ്റിക് വിമുക്തമാക്കാൻ പദ്ധതിയുമായി മലിനീകരണ നിയന്ത്രണ ബോർഡ്. 2 മാസത്തിനുള്ളിൽ 9500-ലധികം പ്ലാസ്റ്റിക് കുപ്പികൾ റീസൈക്കിൾ ചെയ്തെന്ന് PCB. ബോട്ടിൽ റിവേഴ്സ് വെൻഡിംഗ് മെഷീനുകൾ ഉപയോഗിച്ചാണ് ക്യാമ്പയിൻ. IIT ഡൽഹിയിൽ മെഷീൻ ലേണിംഗ് ആൻഡ് ഡീപ് ലേണിംഗ് സർട്ടിഫിക്കറ്റ് പ്രോഗ്രാമിന്റെ 4ാം ബാച്ച് ആരംഭിച്ചു. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസുമായി ബന്ധപ്പെട്ട പുതിയ വിവരങ്ങൾ പ്രൊഫഷണലുകൾക്ക് ലഭ്യമാക്കുകയാണ് കോഴ്സിന്റെ ലക്ഷ്യം. ഹിമാചൽ പ്രദേശിൽ അംഗത്വ ക്യാമ്പയിൻ ആരംഭിച്ച BJP. ഓരോ ബൂത്തിൽ നിന്നും 200 പേരെ പാർട്ടിയിൽ ചേർക്കുക ലക്ഷ്യം. 100 പേരെങ്കിലും പുതുതായി ചേർക്കുന്നവരെ മാത്രമേ സജീവ പ്രവർത്തകരായി കണക്കാക്കൂ എന്ന വിചിത്ര നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ഗുജറാത്തിലെ സൂറത്തിൽ മെട്രോ നിർമ്മാണ ജോലിക്കിടെ ക്രെയിൻ കെട്ടിടത്തിലേക്ക് തകർന്നു വീണു. ആളപായമില്ല. ഭാരമുള്ള വസ്തു ഉയർത്തുന്നതിനിടെ ക്രെയിൻ മറയുകയായിരുന്നു. ഛത്തീസ്ഗഡിൽ സർക്കാർ ആശുപത്രികളുടെ സുരക്ഷയ്ക്ക് സുപ്രധാന ചുവടുവയ്പ്. ആശുപത്രികളിൽ സായുധരായ വിരമിച്ച സൈനികരെ വിന്യസിക്കാൻ നിർദ്ദേശം നൽകി മുഖ്യമന്ത്രി വിഷ്ണുദേവ് സായ്. ആന്ധ്രയിലെ ഫാമ യൂണിറ്റ് പൊട്ടിത്തെറിയിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 1 കോടി രൂപ ധനസഹായം പ്രഖ്യാപിച്ച് മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു. ഗുരുതര പരുക്കേറ്റവർക്ക് 50 ലക്ഷവും നിസ്സാര പരുക്കേറ്റവർക്ക് 25 ലക്ഷവും നൽകും. ത്രിപുരയിൽ കനത്ത മഴയെ തുടർന്നുണ്ടായ മണ്ണിടിച്ചിലിൽ 10 മരണം. ദുരന്തമുണ്ടായത് ദക്ഷിണ ത്രിപുരയിലെ സന്ത് ബസാറിൽ. മണ്ണിടിച്ചിലിൽ മരിച്ചവരുടെ കുടുംബത്തിന് 4 ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിച്ച സർക്കാർ. ഇനി രാജ്യാന്തര വാർത്തകൾ നോക്കാം. ലോകത്തിലെ ഏറ്റവും വലിയ 2ാമത്തെ വജ്രം ബോട്സ്വാനയിൽ കണ്ടെത്തി. 1905-ൽ ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് കണ്ടെത്തിയ കളിനൻ വജ്രത്തിന് ശേഷമുള്ള ഏറ്റവും വലിയ വജ്രമാണിത്. കോങ്കോ ബോട്ട് അപകടത്തിൽ മരിച്ചവരുടെ എണ്ണം 29ആയി. 128 പേർ രക്ഷപ്പെട്ടതായി. നിരവധി പേരെ ഇനിയും കണ്ടെത്താനുണ്ടെന്നും അധികൃതർ. കഴിഞ്ഞ ഞായറാഴ്ചയായിരുന്നു 300ഓളം യാത്രക്കാരുമായി ബോട്ട് മുങ്ങിയത്. ലോകബാങ്കിൽ നിന്ന് $1 ബില്യൺ സഹായം തേടി ബംഗ്ലാദേശ്. വൈദ്യുതി മേഖലയിൽ മുൻ സർക്കാർ അവശേഷിപ്പിച്ച $2 ബില്യൺ കടം തീർക്കാനാണ് ഇടക്കാല സർക്കാർ സഹായം തേടിയത്. ഫിലിപ്പൈൻസിലെ നീഗ്രോസ് ഓക്സിഡന്റിൽ പ്രവിശ്യയിൽ സൈനികരുമായുണ്ടായ ഏറ്റുമുട്ടലിൽ 2 വിമതർ കൊല്ലപ്പെട്ടു. കൊല്ലപ്പെട്ടത് 2 ന്യൂ പീപ്പിൾസ് ആർമി വിമതർ. 2024 ഒക്ടോബർ 1 മുതൽ ഇന്ത്യക്കാർക്ക് വിസരഹിത പ്രവേശനം നൽകുമെന്ന് ശ്രീലങ്ക. കടക്കണിയിൽ നിന്ന് പുറത്തു കടക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമായാണ് വിനോദസഞ്ചാര സാധ്യതകൾ വർദ്ധിപ്പിക്കുന്നത്. ഇന്ത്യ, UK, US ഉൾപ്പെടെ 35 രാജ്യങ്ങളിലെ പൗരന്മാർക്ക് 6 മാസത്തേക്കാണ് വിസരഹിത പ്രവേശനം. വിദ്യാഭ്യാസത്തിനായി അമേരിക്കയിലേക്ക് പോകുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ 30% വർധന. പോയ വർഷം അമേരിക്കൻ സർവകലാശാലകളിൽ എൻറോൾ ചെയ്തത് 2 ലക്ഷം ഇന്ത്യൻ വിദ്യാർത്ഥികൾ. കണക്കുകൾ പുറത്തുവിട്ടത് US മിനിസ്റ്റർ കൗൺസിലർ ഫോർ പബ്ലിക് ഡിപ്ലോമസി.
സന്ദർശക വിസയിൽ എത്തുന്നവരെ കൊണ്ട് ജോലി ചെയ്യിക്കുന്നതിനെതിരെ കർശന നടപടിക്ക് UAE. കൃത്യമായ തൊഴിൽ രേഖകളില്ലാതെ ആളുകളെ ജോലിക്ക് നിയോഗിച്ചാൽ 1 മില്യൺ ദിർഹം വരെ പിഴ ഈടാക്കാവുന്ന തരത്തിൽ നിയമ ഭേദഗതി. രാജ്യവ്യാപക പരിശോധന ശക്തമാക്കുമെന്നും അധികൃതർ. ടിക്കറ്റ് നിരക്കിലെ വൻ വർധനവിനു പുറമെ പ്രവാസികൾക്ക് വീണ്ടും എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ പ്രഹരം. UAE-യിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള യാത്രയിൽ സൗജന്യമായി കൊണ്ടുപോകാവുന്ന ബാഗേജ് പരമാവധി 30 കിലോയിൽ നിന്ന് 20 കുറച്ചു. നാട്ടിലേക്ക് പോകുന്ന പ്രവാസികൾ ഇനി 20 കിലോയിൽ കൂടുതലുള്ള ബാഗേജിന് അധിക തുക നൽകണം. ഖത്തറിൽ വീടുകൾ കേന്ദ്രമാക്കിയുള്ള ഹോം ബിസിനസ്സുകൾക്കുള്ള ലൈസൻസിംഗ് ഫീസ് 1500 ഖത്തർ റിയാലിൽ നിന്ന് 300 ഖത്തർ റിയാലായി കുറച്ചു. ലൈസൻസിംഗ് നടപടിക്രമങ്ങൾ ലളിതമാക്കിയതാണ് അധികൃതർ. ബിസിനസ് വാർത്തകൾ. ടെസ്ലയിൽ മുതിർന്ന ജീവനക്കാരുടെ കൊഴിഞ്ഞുപോക്ക് തുടരുന്നു. കമ്പനി വിട്ട വൈസ് പ്രസിഡന്റ് ഷീല വെങ്കട്ടരത്നം. കമ്പനിയുടെ വളർച്ചയിൽ അഭിമാനമെന്ന് ലിങ്ക്ഡിൻ പോസ്റ്റ്. ഈ വർഷം ഇതുവരെ കമ്പനി വിട്ടത് 6 മുതിർന്ന എക്സിക്യൂട്ടീവുകൾ. ക്രിപ്റ്റോ കറൻസികളിൽ നിയന്ത്രണം കൊണ്ടുവന്നേക്കും. നിയന്ത്രണം സംബന്ധിച്ച് ഇന്ത്യ വിവിധ തയ്യാറെടുപ്പ് നടത്തുന്നതായി റിപ്പോർട്ട്. രാജ്യത്ത് ഡിജിറ്റൽ കറൻസികൾ എങ്ങനെ കൈകാര്യം ചെയ്യുമെന്ന് നിർണ്ണയിക്കാനുള്ള സർക്കാരിന്റെ വിപുലമായ ശ്രമങ്ങളുടെ ഭാഗമായാണ് നീക്കം. ലോകത്തിലെ ഏറ്റവും കരുത്തുറ്റ ഫുഡ് ഡയറി ബ്രാൻഡായി അമുൽ. ബ്രാൻഡ് മൂല്യത്തിൽ 11% വർധന. തുടർച്ചയായി 4ാം വർഷമാണ് അമുൽ ഈ നേട്ടം കൈവരിക്കുന്നത്. നിക്ഷേപകരുടെ വിവരങ്ങൾ പുറത്തുവിട്ട് എക്സ്. നടപടി അമേരിക്കൻ കോടതി നിർദ്ദേശപ്രകാരം. സൗദി രാജകുമാരൻ അൽ വാലിദ് ബിൻ തലാൽ അൽ സൗദ്, മുൻ CEO ജാക്ക് ഡോസി, ഹിപ് ഹോപ്പ് താരം സീൻ ഡിഡി കോംസ് ഉൾപ്പെടെ പട്ടികയിൽ. ഉത്സവ സീസൺ അടുത്തിട്ടും രാജ്യത്തെ കാർ വിൽപ്പന മന്ദഗതിയിൽ. ആശങ്കയിൽ വാഹന വിപണി. ഫാക്ടറികളിൽ ഉൽപ്പാദനം വർദ്ധിക്കുന്നുണ്ടെങ്കിലും ഡീലർഷിപ്പുകളിൽ നിന്ന് പ്രതീക്ഷിച്ച വിൽപ്പന നടത്താത്തത് തിരിച്ചടിയായി. ഇനി കായിക വാർത്തകളിലേക്ക്. പാരീസ് പാരാലിമ്പിക്സിന് കൊടിയേറാൻ ഇനി 5 നാൾ കൂടി. 84 പേരടങ്ങുന്ന റെക്കോർഡ് സംഘവുമായാണ് ഇന്ത്യ പാരീസിലെത്തിയിരിക്കുന്നത്. ഡ്യൂറൻ കപ്പ് സെമി ഫൈനൽ മത്സരങ്ങൾ കൊൽക്കത്തയിൽ തന്നെ നടത്തും. യുവ ഡോക്ടർ കൊല്ലപ്പെട്ടതിനെ തുടർന്ന് പ്രതിഷേധം ശക്തമായതിനാൽ കനത്ത സുരക്ഷയിലാകും കൊൽക്കത്തയിൽ മത്സരങ്ങൾ നടക്കുക. സൗദി പ്രോ ലീഗിൽ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ അൽ നസറിന് നിരാശയോടെ തുടക്കം. ആദ്യ മത്സരത്തിൽ അൽ നസർ അൽ റൈദിനോട് 1-1 സമനിലയിൽ കുരുങ്ങി. 34-ാം മിനിറ്റിൽ റൊണാൾഡോയിലൂടെ അൽ നസറാണ് ആദ്യം മുന്നിലെത്തിയത്. ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിന്റെ ഇംഗ്ലണ്ട് പര്യടനം അടുത്ത വർഷം ജൂൺ ജൂലൈ മാസങ്ങളിൽ. BCCI ഷെഡ്യൂൾ പ്രകാരം 5 ഏകദിന മത്സരങ്ങളും 3 T20 മത്സരങ്ങളും അടങ്ങുന്ന പരമ്പരയിൽ ടീമിനെ ഹർമൻപ്രീത് കൗർ തന്നെ നയിക്കും. 2024 ഏഷ്യൻ സർഫിംഗ് ചാമ്പ്യൻഷിപ്പിന് യോഗ്യത നേടുന്ന ആദ്യ ഇന്ത്യക്കാരായി ഹരീഷ് മുത്തുവും കിഷോർ കുമാറും. 2026 ഏഷ്യൻ ഗെയിംസിന്റെ ക്വാളിഫയർ കൂടിയായ ചാമ്പ്യൻഷിപ്പിൽ 8 ഇന്ത്യക്കാരാണ് മത്സരിക്കുന്നത്. 63ാമത് സുബ്രതോ കപ്പ് സബ് ജൂനിയർ ബോയ്സ് ടൂർണമെന്റിൽ നിന്ന് 2 ടീമുകൾ കൂടി അയോഗ്യരായി. ഇതോടെ കളിക്കാരുടെ പ്രായത്തിൽ കൃത്രിമത്വം കണ്ടെത്തിയതിനെ തുടർന്ന് പുറത്തായ ടീമുകളുടെ എണ്ണം 5 ഇംഗ്ലണ്ടിനെതിരായ ഇന്ത്യയുടെ ടെസ്റ്റ് പരമ്പരയിലെ മത്സര തീയതികൾ പുറത്ത്. ടെസ്റ്റുകൾ അടങ്ങിയ പരമ്പരയിലെ ആദ്യ മത്സരം ജൂണിൽ ലീഡ്സിൽ. ഇനി കലാസാംസ്കാരിക സിനിമാ വാർത്തകളിലേക്ക്. ആത്മീയ രാജനെ കേന്ദ്ര കഥാപാത്രമാക്കി നവാഗതനായ ഉണ്ണിദാസ് കൂടത്തിൽ സംവിധാനം ചെയ്യുന്ന സിനിമയുടെ ചിത്രീകരണം പുരോഗമിക്കുന്നു. ജോസഫ് എന്ന ചിത്രത്തിലൂടെ പ്രേക്ഷക ശ്രദ്ധ നേടിയ നടിയാണ് ആത്മീയ. വയനാട്ടിലെ ഉരുൾപൊട്ടലിൽ മരിച്ചവരുടെ മൃതദേഹം സംസ്കരിക്കാൻ സർക്കാർ 10,000 രൂപ വീതം ചെലവാക്കിയെന്ന രീതിയിൽ പ്രചാരണം. സർക്കാർ 10,000 രൂപ അനുവദിച്ചത് മൃതദേഹം സംസ്കരിക്കാനല്ല, മരിച്ചവരുടെ ബന്ധുക്കൾക്ക് സംസ്കാര ചടങ്ങുകൾ നടത്തുന്നതിന് അടിയന്തര ധനസഹായമായി അനുവദിച്ച തുകയാണ് ഇത്. സംസ്ഥാന ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്ന് ജില്ലാ ഭരണകൂടം വഴിയാണ് ഈ തുക നൽകുന്നത്. ലേറ്റസ്റ്റ് ന്യൂസ്. ജമ്മുകശ്മീരിൽ ഭൂചലനം 4.9 തീവ്രത രേഖപ്പെടുത്തി. ആളപായമില്ല. ഇൻഡോറിൽ ഡ്രെയിനേജിൽ വീണ് യുവാവിന് ദാരുണാന്ത്യം. മരിച്ചത് ജസുണ്ടി സ്വദേശി രഘുനാഥ്. 2 മണിക്കൂർ നീണ്ട രക്ഷാപ്രവർത്തനത്തിനൊടുവിലാണ് മൃതദേഹം കണ്ടെത്തിയത്. മധ്യപ്രദേശിൽ വൻ ലഹരിമരുന്ന് വേട്ട. 2 കോടി രൂപ വിലമതിക്കുന്ന മെഫെഡ്രോണുമായി നൈജീരിയൻ പൗരൻ അറസ്റ്റിൽ. പശ്ചിമാഫ്രിക്കൻ രാജ്യമായ നൈജറിൽ കനത്ത മഴ. തലസ്ഥാനമായ നിയാമിയിൽ വെള്ളപ്പൊക്കം. നിരവധി പേരെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റി. കുർസ്ക് ആണവ നിലയം ആക്രമിക്കാൻ യുക്രൈൻ ശ്രമിക്കുന്നതായി റഷ്യൻ പ്രസിഡന്റ് പുടിൻ. സംഭവത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ പങ്കുവയ്ക്കാതെ പുടിൻ. ഇനി ഇപ്പോൾ കിട്ടിയ പ്രധാന വാർത്തകളിലേക്ക്.
ഗസയിലെ വെടിനിർത്തൽ കരാറിനെ പറ്റി ചർച്ച ചെയ്യാൻ ഇസ്രായേലി പ്രതിനിധി സംഘം കെയ്റോയിലെത്തി. ബന്ദികളെ കൈമാറ്റം ചെയ്യുന്നതും ചർച്ചയാകും. കരിമണൽ കമ്പനിയായ CMRL-ൽ നിന്ന് എക്സാലോജിക് സൊല്യൂഷൻസ് കമ്പനിക്ക് അനധികൃതമായി പണം ലഭിച്ചതിനെക്കുറിച്ച് കമ്പനി ജീവനക്കാരെ ചോദ്യം ചെയ്യാൻ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് എക്സാലോജിക്കിലെ ജീവനക്കാർക്ക് സമൻസ് നൽകി. കൊച്ചിയിൽ വാഹനാപകടത്തിൽ യുവാക്കൾക്ക് ഗുരുതര പരുക്ക്. എറണാകുളം സ്വദേശികളായ ഷിഫാസ്, നസീബ് എന്നിവർക്കാണ് പരുക്ക്. ബൈക്കും സ്കൂട്ടറും കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത്. കണ്ട ന്യൂസ് പൂർണ്ണമാകുന്നു.